നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ക്യാബേജ് സാലഡാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സാലഡിന് വേണ്ട ഡ്രസ്സിങ് തയ്യാറാക്കാം. ഞാനിവിടെ 3/4 കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട്. മയണൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹങ്കേർഡ് യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ള തൈര്, പുളിപ്പില്ലാത്തത്, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഹോം മെയ്ഡ് മയണൈസാണ്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ് ഉപയോഗിക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം ഗാർലിക് പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. അതുകൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പോളം ഹോം മെയ്ഡ് മയണൈസ്, പിന്നെ അതിനോടൊപ്പം 2 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ്, പിന്നെ ക്രഷ്ഡ് ചില്ലി, പിന്നെ ഗാർലിക് പൗഡറും ലെമൺ ജ്യൂസ്. ഇത്രയാണ് ഡ്രസ്സിങ്ങിന് വേണ്ടി ഞാനിവിടെ മിക്സ് ചെയ്ത് തയ്യാറാക്കി വെക്കുന്നത്. ഇനി ചിക്കനാണ്. ഞാനിത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇതൊരു വലിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഗാർലിക് പൗഡർ അതുകൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി. ഇത്രയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൽ നമുക്കൊരു 3/4 ടീസ്പൂൺ ഒലീവ് ഓയിലൂടെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതെല്ലാം ഒരുമിച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കനാണ്. പക്ഷെ നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്തുകൂടെ എടുക്കണം. ഈ മസാലയൊക്കെ ചേർത്തതുകൊണ്ട് ജസ്റ്റ് ഒരു സ്ലൈറ്റ് ഫ്രൈ അങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കാം. എങ്ങനെ വേണോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കടുത്ത് ഇതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചൈനീസ് ക്യാബേജ് ഇതുപോലെ കുഞ്ഞായിട്ട് നുറുക്കിയത് അതൊരു ബൗളിലേക്ക്, വലിയ ബൗളിൽ തന്നെ എടുക്കണം. നമുക്ക് മിക്സ് ചെയ്യാനാണ്. അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കപ്പ് ക്യാരറ്റ് ഇതുപോലെ നീളത്തിന് അരിഞ്ഞത് അതുകൂടെ ഇതിൽ ചേർക്കാം. ഇനി ബെൽ പെപ്പർ, യെല്ലോ ബെൽ പെപ്പർ ഇതുപോലെ കുഞ്ഞായി നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രീൻ ബെൽ പെപ്പർ, ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി എല്ലാ കളേഴ്സ് യൂസ് ചെയ്തേ ഉള്ളൂ. വെറും ഗ്രീൻ മാത്രവും നമുക്ക് എടുക്കാം. ഇനി റെഡ് ബെൽ പെപ്പർ, ഇനി വൈറ്റ് അണിയൻ അതുകൂടെ ഇതിലേക്ക്, ഒരു അണിയനാണ് ഞാനിതിലെടുത്തിട്ടുള്ളത്, അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിത് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രസ്സിങ് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്കൊരു ടേബിൾ സ്പൂണോളം മാറ്റി വയ്ക്കാം ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ഈ വെജിറ്റബിൾസിൽ മൊത്തം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ചില്ലി വിനീഗറാണ് എടുത്തിട്ടുള്ളത്. ഫൈനലായിട്ട് ഇതിൽ കുറച്ച് ഹെർബ്സ് കൂടെ ആഡ് ചെയ്യാം. ഇറ്റാലിയൻ ഹെർബ്സാണ്. അതൊരു 3/4 ടീസ്പൂൺ എടുത്താൽ മതി. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് എല്ലാം ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ചിക്കൻ കൂടെ ഷാലോ ഫ്രൈ ചെയ്ത് ഈ സാലഡ് കംപ്ലീറ്റ് ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലിപ്പോൾ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല. ഞാനിതിൽ ചേർക്കാൻ മറന്നുപോയത് ഉപ്പാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, ഒരു 2 മിനിറ്റ്. ചിക്കൻ സോട്ടായിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ഫ്രഞ്ച് ബ്രെഡ് കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറും ഗാർലിക്കും ഹെർബ്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 7-8 ഗാർലിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി അതിൻ്റെ കൂടെ ബട്ടറും ഹെർബ്സും കൂടെ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഈ ഫ്രഞ്ച് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് ബ്രെഡ് 2 സൈഡും നല്ലപോലെ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ബാക്കി ഡ്രസ്സിങ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് രണ്ടും വെജിറ്റബിൾസും ചിക്കനും ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു ചൈനീസ് ക്യാബേജിൻ്റെ ലീഫ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിങ്ങനെ നല്ല ഭംഗിക്ക് ഈ സാലഡ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് കൂടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് വിളമ്പാം. അപ്പം നല്ലൊരു ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട്. ഓവർ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇപ്പം മയണൈസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഹങ്കേർഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിന്ന് തയ്യാറാക്കിയ ചിക്കൻ ക്യാബേജ് സാലഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. കൂടുതൽ ഹെൽത്ത് ഫ്രീക്ക് ആയിട്ടുള്ളവർക്ക് മയണൈസിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഹങ്കേർഡ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. ഹങ്കേർഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതെ അരിച്ചെടുത്ത പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.